അഡ്മിഷൻ കിട്ടുമെന്നുള്ള സംശയം. ഓക്കെ, കർണാടകത്തിൽ നിലവിൽ ഒരു കോളേജും ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്നില്ല. അപ്പൊ അതൊരു പല ആൾക്കാർക്കും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലയിടത്തും അഡ്മിഷൻ എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ രീതി പറയുകയാണെങ്കിൽ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നവരെ ഒരു ഏജൻസിക്കോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് ഏജൻസിക്കോ അല്ലെങ്കിൽ ഒരു കോളേജിലോ പോയി പൈസ അടയ്ക്കാതിരിക്കുന്നതാണ് നമ്മുടെ പൈസയ്ക്ക് സേഫ്. ഇല്ലെങ്കിൽ ആ പൈസ തൃപ്തം കിട്ടുന്ന കാര്യത്തിലൊക്കെ നമുക്കൊരു ഇതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏജന്റിനായിരിക്കും കൊടുക്കുന്ന ഏജന്റ് നല്ല ആളായിരിക്കണം മീൻസ് അല്ലെങ്കിൽ അത് ഓതറൈസ്ഡ് ഏജന്റ് ആയിരിക്കണം ഒന്നും നമുക്ക് യാതൊരു ഇതുമില്ല. പിന്നെ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന കോളേജ് എപ്പോഴും INC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല നിങ്ങൾക്ക് മാത്രമല്ല. നമ്മൾ ചെയ്യുന്നത് എല്ലാം INC അപ്രൂവ്ഡ് ലീഗലി നമ്മളെല്ലാ എന്താ പറയുന്നത് ഓർഡറും അല്ലെങ്കിൽ എല്ലാ പേപ്പറും ഉള്ള കോളേജ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് അതിനകത്ത് തന്നെ അവർക്ക് ബാങ്ക് ലോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കർണാടകത്തിൽ ഇപ്പോൾ ഉള്ള ഒരു മെയിൻ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓർഡർ നിലനിൽക്കുന്നുണ്ട്. കോളേജിന് അധികാരമില്ലാത്തൊരവസ്ഥയാണ് ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ കോളേജിന് അധികാരമില്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. സോ ആ എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ളത് മാത്രം നിങ്ങൾ അഡ്മിഷൻ ഫീ അടച്ചാൽ മാത്രം മതി. അതുവരെ എന്ത് ചെയ്യാം, അത് ഹോൾഡ് ചെയ്ത് വെക്കാം. അല്ല ഇപ്പം തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കണം എന്നാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്, നമ്മൾ തമിഴ്നാട് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമുക്ക് ചെന്നൈയിൽ തന്നെ ഒരു 5-6 മെഡിക്കൽ കോളേജുമായിട്ട് നമുക്ക് ടൈപ്പ് നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതി നിങ്ങൾക്ക് പാസ് മാർക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുത്ത് തരാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ബാങ്കിലൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവിടുത്തെ ഹോസ്റ്റൽസ് അതുപോലെ തന്നെ അക്കോമഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് പ്ലസ് നിങ്ങൾക്കുള്ള ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള സർവീസും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇതാണ്. ബാംഗ്ലൂർ എൻട്രൻസ് എക്സാം എഴുതാം, അതിന്റെ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.